ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷ്മി, എസ്.കെന് അദ്ദേഹം പറഞ്ഞതുപോലെ പി ജയേന്ദ്രന് മരണമില്ല. അദ്ദേഹം നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ചേതനയുടെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലൊന്ന് ഒന്ന് പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നും അവൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം ജീവനോടെ എല്ലാ കാലവും അങ്ങ് നിൽക്കുക എന്ന് പറയുന്നതിനർത്ഥം പി ജയേന്ദ്രന് മരണമില്ല എന്ന് തന്നെയാണ് അർത്ഥത്തിൽ. പക്ഷേ 80 വയസ്സ് എന്ന് പറയുന്നത് തീരെ കുറഞ്ഞ ഒരു ആയുർദൈർഘ്യമല്ല. എസ്.കെന് അപ്പോൾ 80 വയസ്സെന്ന് പറയുന്നത് ശരാശരി മികച്ച ഒരു ആയുർദൈർഘ്യമാണ്. 80 വയസ്സ് ജീവിച്ച് പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഭാഷാതീതമായ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒക്കെ മലയാളവും 5 ഭാഷകളും കേട്ട് അങ്ങനെ ഏറ്റവും സഫലമായ ഒരു കർമ്മജീവിതം, ഒരു കർമ്മകാണ്ഡം പൂർത്തിയാക്കി തന്നെയാണ് പി ജയേന്ദ്രൻ അടക്കം. എന്ന് പറയുമ്പോൾ പോലും പി ജയേന്ദ്രൻ നമുക്ക് തീർത്താൽ തീരാത്ത നഷ്ടമാണ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ അദ്ദേഹം പാടിയ 16,000-ലധികം പാട്ടുകൾ നമുക്ക് മതിയാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഓരോ പാട്ടും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഓരോ പാട്ടും ആവർത്തന വിരസത ഉണ്ടാക്കാത്ത, ഓരോ പാട്ടും പുതുമ നൽകുന്ന പാട്ടുകൾ, പുതിയ പുതിയ പാട്ടുകൾ വരണമെന്ന് നമ്മുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ് ഇത് ആകസ്മിക മരണം നമുക്ക് ഞെട്ടലാവുന്നതും അത് തീർത്താൽ തീരാത്ത നഷ്ടമാണ് എന്നും പറയുന്നത്. എസ്.കെൻ, ഇവിടെ ഈ രാത്രി കേഴുന്നവർ, ഈ രാത്രി വിലപിക്കുന്നവർ അത് കേരളം മാത്രമാണെന്ന് നമ്മൾ ധരിച്ചുകൂടാ. തമിഴകവും തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടി ഈ രാത്രി പി ജയേന്ദ്രൻ്റെ മരണത്തിൽ ഈ രാത്രി കണ്ണീർ വാർക്കുന്നുണ്ട്. ഒരൊറ്റപ്പാട്ട് രാസാത്തി എന്ന് തുടങ്ങുന്ന തമിഴകത്തിൻ്റെ ഒരൊറ്റപ്പാട്ട് 1984-ലാണ് ആ സിനിമ വൈദേഹി കാത്തിരുന്നാൾ എന്ന് പറയുന്ന സിനിമയിലുള്ള ആ പാട്ട് 84-ൽ തുടങ്ങി 80-കളിൽ മൊത്തം 90-കളിൽ മുഴുവൻ 2000 തുടങ്ങി 2024-ലേക്ക് എത്തുന്ന ഈ ദിവസം പോലും അത് തമിഴിൻ്റെ ആത്മാവുമായി അത്രമേൽ ചേർന്ന് ഇഴുകി നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ പിന്നെ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഈ ഒരൊറ്റപ്പാട്ട് എല്ലാ ദിവസവും എന്നോണം തമിഴകത്തിൻ്റെ തമിഴകം ഓർത്തുപാടുന്ന ഒരു പാട്ടായി മാറുന്നു. അങ്ങനെ തമിഴകവും പി ജയേന്ദ്രനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം രൂപപ്പെടുന്നു. അതുകൊണ്ട് ഈ രാത്രി തമിഴ്നാടിനും ഒരു വേർപാടിൻ്റെയും വിലാപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും രാത്രിയാണ്. ഇളയരാജ ഒരു കാര്യം ഓർത്തു പറഞ്ഞ് എവിടെയോ വായിച്ചു തോർക്കുന്നു. എസ്.കെൻ, ഈ പറയുന്ന സിനിമ 1984-ൽ വൈദേഹി കാത്തിരുന്നാളെന്ന എന്ന സിനിമ പുറത്തിറങ്ങുന്നു. ആ സിനിമയിലെ ഒരു ഗാനമാണ് ഈ രാസാത്തിനെ കാണാമ നെഞ്ചം എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് തുടങ്ങും ഇത് തമിഴ്നാട്ടിലെ അകത്തെവിടെയോ ഒരു തിയേറ്ററിൽ ആ സിനിമ പ്ലേ ചെയ്യുമ്പോൾ, അത് കാടിനോട് ചേർന്ന തിയേറ്ററാണ്. ഈ പാട്ട് തുടങ്ങുമ്പോൾ കാടിൽ നിന്ന് കാട്ടാനകൾ അവിടെ ഇറങ്ങി വന്ന് നിൽക്കുകയും അത് കാതുകളാട്ടി തുമ്പിക്കൈയാട്ടി ആ പാട്ട് ആസ്വദിക്കുകയും ഈ പാട്ട് കഴിയുമ്പോഴേക്കും ആനകൾ തിരികെ കയറി പോവുകയും ചെയ്യുന്ന ഇളയരാജ പറഞ്ഞ ഓർമ്മയോടെ എഴുതിയത് ഇപ്പോൾ ഓർക്കുന്നു. എസ്.കെൻ, അത്രത്തോളം ആ തമിഴകം നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിറഞ്ഞു നിന്ന ഒരു മഹാഗായൻ. തമിഴ്നാട് മാത്രമല്ല, കന്നഡയാവട്ടെ, ഹിന്ദി ആവട്ടെ, അങ്ങനെ 5 ഭാഷകളിലായി 16,000-ലധികം പാട്ടുകൾ എന്ന് പറയുന്നത് ചെറിയ ഒരു ബാഹുല്യമല്ല. അത് 5 ഭാഷകളിലായി അങ്ങനെ വിടർന്നു കിടന്ന, അങ്ങനെ പരന്നു കിടന്ന ഒരു ഗാന സാമ്രാജ്യം, ഒരു പാട്ടിൻ്റെ പാലാഴി അവസാനിക്കുന്നു. മോഹൻലാൽ എഴുതുന്ന ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് ഓർമ്മക്കുറിപ്പിൽ എഴുതുന്ന ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ജയേട്ടൻ വിടവാങ്ങി. എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജയേട്ടൻ എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു. മഞ്ഞലകളിൽ മുങ്ങിത്തോർത്തി വരുന്ന ആ ശബ്ദം എല്ലാ മലയാളികളെയും പോലെ ഞാനും നെഞ്ചോട് ചേർത്ത് പിടിച്ചു എല്ലാ കാലത്തും. ജേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടിക്കേൾപ്പിക്കും. അനിയനെപ്പോലെ എന്നെ ചേർത്ത് പിടിക്കും. വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജയേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂവെങ്കിലും അവയെല്ലാം ജനമനസ്സുകൾ ഏറ്റെടുത്തത് എൻ്റെ സൗഭാഗ്യമായി കരുതുന്നു. ശബ്ദത്തിലൊന്നും യുവത്വം കാത്തുസൂക്ഷിച്ച കാലാതീതമായ കാൽപ്പനിക ഗാനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ജയേട്ടന് പ്രണാമം. കേരളത്തിന് സമ്മാനിച്ച എന്നല്ല മോഹൻലാൽ എഴുതുന്നത്, ഭാരതത്തിന് സമ്മാനിച്ച എന്നുള്ള അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഓർത്തു നോക്കണം, 5 ഭാഷകളിലായി 16,000-ലധികം പാട്ടുകൾ അദ്ദേഹം സംഭാവന ചെയ്തുവെങ്കിൽ അദ്ദേഹം മലയാളത്തിൻ്റെ സ്വത്തല്ല, അദ്ദേഹം ഉറപ്പായും രാജ്യത്തിൻ്റെ സ്വത്താണ്. കാലങ്ങൾ ഭേദിച്ച് അല്ലെങ്കിൽ ഭാഷാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ആ ശബ്ദം, ആ ഭാവശബ്ദം ഇപ്പോൾ രാസാത്തി എന്ന് തുടങ്ങുന്ന പാട്ട് ഇപ്പോഴും ഇത്ര വർഷങ്ങൾക്ക് 84-ൽ തുടങ്ങിയത് 2024 എത്തുമ്പോഴേക്കും അതിൻ്റെ അതേ പുതുമയിൽ ഓരോരോ തലമുറ പ്രണയിക്കുന്ന ഓരോരോ തലമുറ ആ പാട്ട് പിന്നെയും ആവർത്തിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ മലയാളത്തിൽ ഈ കല്ലായിക്കടവത്ത് പി ജയേന്ദ്രൻ പാടുമ്പോൾ കേൾക്കുന്ന ഭാവം, ആ ഭാവത്തിൻ്റെ ആഴം ഉറപ്പായും രാസാത്തി കേൾക്കുമ്പോൾ ഒരു തമിഴൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭാഷാ വ്യത്യാസമൊന്നും മാറാതെ, ഈ ഡിക്ഷൻ എന്ന് പറയുന്ന സംഗതി ഒട്ടുമേ മാറാതെ ആ ഭാവം അങ്ങനെ അവനിലേക്ക് കൺവേ ചെയ്യുന്നതുകൊണ്ടാണ് 84 ഒരു പാട്ട് 2024-ൽ അവൻ്റെ പ്രണയത്തിൽ രാസാത്തി അവന് പാടാൻ തോന്നുന്നുവെങ്കിൽ അതുകൊണ്ടാണ്. ഓർത്തു നോക്കണം. അപ്പം ഈ ഭാഷകളിലൊക്കെ അതത് ഭാഷകളുടെ ഭാവം അങ്ങനെ പകർന്നു കൊടുത്ത ഒരു മഹാകലാകാരൻ വിടവാങ്ങുന്നു എന്ന കാര്യം ഈ രാത്രിയുടെ സങ്കടം, ഈ രാത്രിയുടെ വേദന. അദ്ദേഹം പാടിവെച്ച പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇനിയും പാടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ഇനിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതായിപ്പോയി 8 മണിക്ക് അദ്ദേഹം മരിച്ച വാർത്ത പുറത്തു വരുമ്പോൾ മുതൽ
നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരും അദ്ദേഹം പാടിയ ഓരോരുത്തരുടെയും മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ച പാട്ടുകൾ പറയുകയാണ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. എല്ലാ പാട്ടുകളും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള പാട്ടുകളാണ്. എന്നാൽ ഒരാൾ പറഞ്ഞ പാട്ടുകളുടെ സെറ്റ് അടുത്തയാൾ പറയുന്നില്ല, അടുത്തയാൾ പറയുന്ന പാട്ടുകളുടെ സെറ്റ് അതിനടുത്തയാൾ പറയുന്നില്ല. അത് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെയും പി ജയേന്ദ്രൻ പാടി ഫലിപ്പിച്ച അല്ലെങ്കിൽ ആ ഭാവതീവ്രതയിൽ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ ഈ പാട്ടുകളുടെ നിര പിന്നെയും നീണ്ടു കിടക്കുകയാണ്. അത്രയും പാട്ടുകളുടെ ബാഹുല്യമുള്ള ഒരു കലാകാരൻ, അല്ലെങ്കിൽ എന്താണോ ഈ ഓരോരോ പാട്ടുകളിലെയും ഭാവം, അതിനെ അതേ തീവ്രതയിൽ നമ്മളിലേക്ക് സന്നിവേശിച്ച ഒരു പാട്ടുകാരൻ മറ്റൊരാൾ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിനില്ല എന്നതായിരിക്കും മറുപടി. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും തീർത്താൽ തീരാത്ത, ഒരിക്കലും നികത്താൻ കഴിയാത്ത വിടവായി പി ജയേന്ദ്രൻ ഈ രാത്രിയോടെ നഷ്ടമാകുന്നു എന്ന് പറയാനുള്ള കാരണം. ഉന്മേഷ്.